പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചു എന്നാ. സത്യത്തിൽ വാസ്തവത്തിൽ ഞാൻ നൗഷാദ് ബാക്കവിയോട് അങ്ങോട്ട് പറഞ്ഞതാണ്. നൗഷാദ് ബാക്കവി മറന്നതാണ്. അതായത് എന്നെ ഒരു ക്ഷണിതാവായി ഒരു അതിഥിയായി വിളിക്കുക എന്നല്ല, എനിക്ക് നിങ്ങളുടെ സ്ഥാപനം ഒന്ന് കാണുന്നതിന് ആഗ്രഹം പറയരുത്. എൻ്റെ വിദ്യാർത്ഥിക്കാലം ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ സാധുക്കളായ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിടാൻ വേണ്ടി അന്ന് ബാക്കവി ഉസ്താദ് പ്രസംഗം നടത്തിയിട്ടാണ് പാവപ്പെട്ട രണ്ട് നിർധന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. അന്ന് മുതൽ ഇദ്ദേഹത്തോടുള്ള വലിയൊരു അദമ്യമായ സ്നേഹം, വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. ആ സ്നേഹവുമായി ഇഷ്ടമൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിലാണ് എന്നും അള്ളാഹു അത് സ്വീകരിച്ചു എന്നതിന്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാപനത്തിന്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് നൗഷാദ് ബാക്കവിയുടെ സ്ഥാപനത്തിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, സാധാരണ നിങ്ങൾ ആലപ്പുഴ വന്നിട്ട് ഹരിപ്പാട് മണ്ഡലത്തിൽ തൃക്കുന്നപ്പുഴ പാനൂർ വന്നിട്ട് അൻസാരി സൂര്യനെ അറിയിച്ച് ആ മീൻ കച്ചവടക്കാരൻ ഹമുക്കാണ് അങ്ങനെ പറയാ. കാരണം എന്റെ ഈ കളിയും ചിരിയൊക്കെ എല്ലാവർക്കും പിടിക്കത്തില്ല. പക്ഷേ നൗഷാദ് ബാക്കവിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അയാൾ വണ്ടി എടുത്തുകൊണ്ട് സ്ഥാപനം കാണിച്ചു തരാനുള്ള ഒരു ആവേശം, അല്ലാഹു തആല കൊടുത്ത വലിയ തൗഫീഖ് എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ നാട്ടുകാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് സഫീർ ഖാൻ മനെ എടുത്തു പറയേണ്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ സേവനം ഒന്നും ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ടാമത് ചിറയൻകീഴുകാർ, അവരന്നും ഇങ്ങനെ ഇന്നും ഇങ്ങനെ നമ്മളെവിടെങ്കിലും വെച്ച് കണ്ടാൽ ഞങ്ങളുടെ നാടെവിടാ ചിറയൻകീഴ്, അപ്പൊ നൗഷാദ് ബാക്കവി ഞങ്ങളുടെ നാട്ടുകാരനാണ്, ആ സന്തോഷം അതെല്ലാവരും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അതെല്ലാവരും അങ്ങനെ പറയില്ല. ഒരു നാട്ടിൽ ഒരാൾ ഉയർന്നു കഴിയുമ്പം നമ്മൾ അയാളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുക, അത് വല്ലാത്തൊരു ആത്മഹർഷമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്തൂടി ഇങ്ങനെ നടന്നു പോയപ്പോഴേക്കും നമ്മളൊരു ഇസ്ലാമിക കലാലയങ്ങളിൽ പോകുമ്പം ഉണ്ടാകുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി ആത്മീയമായ ഒരു അഭിനിവേശം ഉണ്ടാകുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ റഹ്മത്താണ്, കാരുണ്യമാണ്. ആ കാരുണ്യം ഇവിടെ പെയ്തിറങ്ങുന്നു എന്നതിന്റെ അടയാളമാണ് ഈ തിരുമുറ്റത്തേക്ക് കയറിയപ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയമായ ഒരു അഭിനിവേശം. നിങ്ങൾ നോക്കിയേ, സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധമായ ഖുർആന്റെ 1-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹു തആല, അല്ലാഹുവിന്റെ നാമം, ഏറ്റവും പരിശുദ്ധമായ നാമം അല്ലാഹ് എന്ന നാമം ഒരു വട്ടം പറയുകയും അർ റഹ്മാനിർ റഹീം എന്ന നാമം, ആ റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ സിഫത്ത് 2 വട്ടം അല്ലാഹു ആവർത്തിക്കുകയാണ്. റഹ്മാനിർ റഹീം എന്ന കാരുണ്യം. എന്നിട്ടും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് റബ്ബിന് കൊതി തീരാതെ വീണ്ടും പറഞ്ഞു അർ റഹ്മാനിർ റഹീം. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ 4 വട്ടമൊക്കെ ഈ കാരുണ്യം എന്ന് പറയുന്നത്? റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണെന്ന് ചോദിച്ചാൽ, ഈ അനുകമ്പ, ഈ മനോഭാവം, ഈ ചേർത്ത് നിർത്തൽ, ഈ പാരസ്പര്യമാണ്. അതുകൊണ്ടല്ലേ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്താണ് പ്രവാചകർ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ആരാണ് മുസ്ലിം? എന്താണ് മുസ്ലിമിന്റെ നിർവചനം? വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ സൂറത്തുൽ ബഖറ, ഫാത്തിഹ സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറയിൽ ഖുർആനെ കുറിച്ച്, നിസ്കാരത്തെ കുറിച്ചുള്ള പരാമർശം ഇങ്ങനെ കഴിഞ്ഞ്, നിസ്കാരത്തെ കുറിച്ചൊക്കെയുള്ള ഏകദേശ ഒരു ചർച്ചകളൊക്കെ ഇങ്ങനെ കൊണ്ട് കഴിഞ്ഞ 199, 200 ആയത്തിലേക്ക് വരുമ്പോഴാണ് നിസ്കാരത്തെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഒക്കെ വിശദമായ ചർച്ച വരുന്നത്. പക്ഷേ അതിനു മുമ്പ് അല്ലാഹു തആല റഹ്മത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു, പാവങ്ങളെ സഹായിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു, നമ്മുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി. ഇവിടെയെല്ലാം അവിടിവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരുണ്യത്തിന്റെ കരസ്പർശം. അത്രത്തോളം റബ്ബിന്റെ അടുക്കൽ അല്ലാഹുവിന് ഏറ്റവും വിലപ്പെട്ട പ്രവൃത്തി അതാണ് എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ബാക്കവിയുടെ കാലം കഴിഞ്ഞാലും അല്ലാഹു ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. ബാക്കവിയുടെ കാലം കഴിഞ്ഞാലും ബാക്കവിനെ ഓർത്തിരിക്കാൻ 1000 അടയാളങ്ങൾ ഇവിടെയുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരും മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ബന്ധുമിത്രാദികളുണ്ട്. അദ്ദേഹം ഇവിടെ പണിഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇന്നാ നഹ്നു നഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾ പ്രവർത്തിച്ചതും നിങ്ങൾ ചെയ്തതും നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയതൊക്കെ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കോഴിക്കൂട്ടിൽ ഒരു കോഴി ഉണ്ടെങ്കിൽ ആ കോഴിയെ നമ്മുടെ അളിയൻ വന്നപ്പോൾ നമ്മൾ അറുത്ത് കറി വെച്ചാലും ആ കോഴിക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ അതിന്റെ തൂവാല ഉണ്ടാകും. ഈ കൂട്ടിൽ ഒരു കോഴി ഉണ്ടായിരുന്നു എന്നതിന്റെ അടയാളമാണ്. ഒരാട് നമ്മുടെ വീട്ടിൽ ഒരു വർഷത്തോളം ഒരു ആടിനെ നമ്മൾ വളർത്തി, അതിന്റെ കൂട്ടിൽ നമ്മൾ ഒരു ദിവസം അതിനെ പിടിച്ച് അറുത്താലും ആടിന്റെ രോമം കാണുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആട് ഉണ്ടായിരുന്നു എന്നതിന്റെ അടയാളമാണ്. എങ്കിൽ ഈ ഭൂമിയിൽ അൻസാരി സുഹരി ആണെങ്കിലും നൗഷാദ് ബാക്കവി ആണെങ്കിലും ഒക്കെ ഇവിടെ ജീവിച്ചിരുന്നതിനുള്ള അടയാളം വേണ്ടേ? എന്താണ് ആ അടയാളം? അതാണ് നമ്മുടെ സുഹൃതങ്ങൾ.
നമ്മുടെ നന്മകൾ, നമ്മളിവിടെ അവശേഷിപ്പിച്ച മനുഷ്യർക്ക് വേണ്ടി അവശേഷിപ്പിച്ചിട്ട് പോകുന്ന സുഹൃതങ്ങൾ, അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്കൊക്കെ നിസ്കാരമുള്ളവരാണ്, അതിനകത്തൊരു തർക്കമില്ല. ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വലാത്ത് മജ്ലിസ്, ഓൺലൈൻ മജ്ലിസ് ഒക്കെ സജീവമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഖബൂൽ ചെയ്യണമെങ്കിലുള്ള നിബന്ധന എന്താണ്? അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഇതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ചെറിയൊരു സൂക്തമാണ്. നിങ്ങൾ ഇന്നുവരെ നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് 1000 തവണ നിസ്കരിച്ചവരാണ്. പക്ഷേ അതിന്റെ ആശയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളൊന്ന് പതറിപ്പോകും, നിങ്ങളുടെ നെഞ്ചൊന്ന് പൊട്ടിപ്പോകും. കാരണം റഹ്മാനായ റബ്ബേ, എന്റെ ഭൂതകാലത്തിൽ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു, ഞാൻ സുബഹി നമസ്കരിച്ചു, ഇശായും മഗ്രിബൊക്കെ നിസ്കരിച്ചു. പക്ഷേ ആ നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്നൊരു ചോദ്യം അള്ളാഹു ചോദിക്കുകയാണ്. പ്രവാചകരെ, മതത്തെ കളവാക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയൂ? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഇസ്ലാമിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ സത്യത്തിൽ ദീനിൽ കാപട്യക്കാരാണ്. ഒരർത്ഥവുമില്ല, നിരർത്ഥകമായ പ്രവർത്തനങ്ങളാണ് അവരുടെ. എന്താണ് അവരുടെ പ്രശ്നം? അവരനാഥകളെ സംരക്ഷിക്കാത്തവരാണ്. അവരനാഥകളെ സംരക്ഷിക്കാത്തവരാണ്. വിശക്കുന്നവരെ ഭക്ഷിപ്പിക്കാത്തവരാണ്. അവർ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരെന്നല്ല പറഞ്ഞത്, വിശക്കുന്നവനെ ഭക്ഷിപ്പിക്കാൻ പ്രേരിപ്പിക്കാത്തവരെന്ന ഖുർആൻ പറഞ്ഞു. അവര് മറ്റുള്ള ആളുകളോട് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണേ എന്ന് പറയാൻ പോലും മനസ്സ് കാണിക്കാത്ത, ഹൃദയം വറ്റി വരണ്ടു പോയ, ഉറുവരതയില്ലാത്ത ഊശരഭൂമിയായ ഹൃദയത്തിന്റെ ഉടമകളാണ്. അപ്പൊ റഹ്മാനായ റബ്ബ് ഈ പറഞ്ഞത് കാരുണ്യത്തെ കുറിച്ചല്ലേ? എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത്തരക്കാരായ നിസ്കാരക്കാർക്കാണ് സർവനാശം. അവരെന്തിനാണ് നിസ്കരിക്കുന്നത്? അവർ നിസ്കരിക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ടത് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കലാണ്. അവരനാഥരെ സംരക്ഷിക്കാതെ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതെ അവർ അല്ലാഹു അക്ബർ എന്ന് കൈകിട്ടുന്നു. ഈ പണിയൊക്കെ എടുത്തിട്ടല്ലേ അവർ നിസ്കരിക്കേണ്ടത്? ഈ പണിയൊക്കെ ആദ്യം നമ്മൾ മുഖവുരയായിട്ട് എടുത്തിട്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് വരേണ്ടത്. നമസ്കാരത്തിന്റെ സലക്ഷ്യം പോലും കാരുണ്യമാണ്. നമസ്കാരത്തിന്റെ സലക്ഷ്യം പോലും കാരുണ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വലആദിയാത്തി ലബ്ഹ എന്ന് പറയുന്ന നമ്മുടെ സൂറത്തിൽ നമ്മൾ ധാരാളമായി പാരായണം ചെയ്ത സൂക്തമാണ്. എന്താണ് അതിന്റെ പ്രമേയം? 5 സത്യം ചെയ്തിട്ട് റഹ്മാനായ റബ്ബ് പറയുന്ന ഒരു വാചകമുണ്ട്. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. അതാണ് ഇവിടുത്തെ പ്രമേയം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയമായും മനുഷ്യർ റബ്ബിനോട് നന്ദി കെട്ടവരാണ്. 5 പ്രാവശ്യം 5 സത്യം ചെയ്തിട്ടാണ് റബ്ബ് പറഞ്ഞത് മനുഷ്യർ നന്ദി കെട്ടവരാണ്. കുതിരയെ കുറിച്ച് പറഞ്ഞല്ല, കുതിരയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. എന്തേ കുതിരയെ കുറിച്ച് അല്ലാഹു പറയാനുള്ള കാരണം? കുതിര എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉദ്ധാനത്തിന്റെ, മനുഷ്യന്റെ അതിജീവനത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ജീവിയാണ് കുതിര. ആദരവായ പുന്നാര മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുതിരയുടെ മൂർധാവിൽ അല്ലാഹു തആല ഖൈറിനെ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്രയും മഹത്വമുള്ള ജീവിയാണ് കുതിരയെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ കുതിരയെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്തു. എന്താ കുതിരയുടെ പ്രത്യേകത? തന്റെ യജമാനൻ കളവിന് പോയാലും, നിസ്കരിക്കാൻ പോയാലും, അക്രമത്തിന് പോയാലും, കൊള്ളക്ക് പോയാലും ഒക്കെ തന്റെ യജമാനൻ എന്തു പറയുന്നതോ അപ്രകാരം അനുസരിക്കുന്നതാണ് കുതിര. കുതിരയുടെ പ്രത്യേകത അതാണ്. പൂർണ്ണമായി തന്റെ യജമാനനെ അർപ്പിക്കുന്നവനാണ് കുതിര. ആ ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത ജീവിയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ട് അല്ലാഹ് നമ്മളാകുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. പക്ഷേ മനുഷ്യനുണ്ടല്ലോ, അവൻ നന്ദി കെട്ടവനാണ്. കുതിരക്ക് നന്ദിയുണ്ട്, പക്ഷേ മനുഷ്യന് നന്ദിയില്ല. എന്താണ് മക്കളെ ഈ കനൂദ് എന്ന് പറഞ്ഞാൽ? മനിൽ കനൂദ് യാ റസൂലല്ലാഹ്. എന്താ നബിയെ കനൂദ് എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞു. കനൂദ് സ്വഹാബത്തൊക്കെ ഇങ്ങനെ നമ്പർ ശിരസ്കരായി റസൂലുള്ളാഹിന്റെ വാചകം കേൾക്കാൻ വേണ്ടി സ്തബ്ധരായിരിക്കുകയാണ്. റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സ്വഹാബത്തിന്റെ ഇരുവിഴികളും നിറയാൻ തുടങ്ങി. കാരണം റസൂലുള്ളാഹി പറയാൻ പോകുന്ന കനൂദിൽ ഞാൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, ചിറയൻകീഴുകാരെ, ഞാനും നിങ്ങളും കനൂദാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അല്ലാഹ് പറഞ്ഞ നന്ദി കെട്ടവർ ആരാണെന്നറിയൂ? കനൂദിനെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, കനൂദ് എന്ന് പറഞ്ഞാൽ യൻസിലു വഹദ, അവൻ ഒറ്റക്കിറങ്ങുന്നവനാണ്. അവൻ ഒരൊറ്റ
ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങോട്ട് പോയാലും എങ്ങോട്ട് വന്നാലും എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബം എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ വിഷയത്തിലും അവൻ ഇടപെടൂല. ഒരു നന്മക്കും അവൻ പ്രേരകമാകൂല, ഒരു നന്മയും ചെയ്യാൻ അവൻ അതിനുവേണ്ടി സന്നദ്ധമാകൂല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രം, അവന്റെ ഭക്ഷണം, അവന്റെ കുടുംബം, അവന്റെ വാഹനം, അവന്റെ ജീവിതം എന്നതിനപ്പുറത്തേക്ക് തൊട്ടപ്പുറത്ത് നിന്ന് രാവിലെ ഒരു മഹലിന്റെ കത്ത് കൊണ്ടുവന്ന് ഒരു സ്ത്രീ കൊണ്ടുവന്നു. രാവിലെ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രബലമായ ഒരു മഹലിന്റെ കത്ത് കൊണ്ടുവന്ന് രാവിലെ 7 മണിക്ക് തുറക്കുമ്പോൾ ആ ഒരു സ്ത്രീ എത്ര മണിക്ക്, 7 മണിക്ക് ആലപ്പുഴ ജില്ലാ കോടതി പള്ളി വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വെളുപ്പിനെ ഒരു 4:30 5 മണിക്കോ ആ സ്ത്രീ എറണാകുളത്ത് നിന്ന് വണ്ടി കയറിയിട്ടുണ്ടാകും. തനിച്ചു വന്നു. രാവിലെ ഞാൻ വാതിൽ തുറക്കുമ്പോഴത്തേക്കും സുബ്ഹാന റബ്ബി, നമ്മുടെ കൗമിൽപ്പെട്ട ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തേ? അവരുടെ ഒരു കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, സ്ട്രോക്ക് വന്നതാണ്. ഞാൻ ആ മുസ്ലിം ജമാഅത്തിന്റെ കത്ത് മുഴുവനും വായിച്ചപ്പോഴേക്കും ഭർത്താവ് 6 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. ആകെ ഉള്ളത് ഒരു മോനും ഒരു മോളുമാണ്. ആ മകളാണെങ്കിൽ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. ഈ സ്ത്രീക്ക് ഒരു മകനുണ്ട്, അതാണെങ്കിൽ മന്ദബുദ്ധിയാണ്, വൈകല്യമുള്ള കുട്ടിയാണ്. റഹ്മാനായ റബ്ബേ, ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ പള്ളിയുടെ കവാടങ്ങളിൽ പിരിവിന് പോകുന്ന സ്ത്രീയാണ്. ഞാൻ ആ കത്ത് വായിച്ചപ്പോൾ അതിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെ നോക്കി, ഇന്ന മുസ്ലിം ജമാഅത്ത്. എനിക്കും നൗഷാദ് മാക്കവിക്കൊക്കെ നേരിട്ടറിയുന്ന നൗഷാദ് മാക്കവി ഒരുപാട് തവണ പ്രസംഗിച്ച മഹലാണ്. അതിന്റെ 2 കവാടങ്ങളിൽ 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കമാനം പണിതിരിക്കുന്നത്. 2 ഭാഗത്തും 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കമാനം പണിതിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു പോയി, ആ മഹലിലുള്ള ഒരാളെയെങ്കിലും റഹ്മാനായ റബ്ബ് വെറുതെ വിടുവോ? ആ മഹലിലുള്ള ഒരാളെയെങ്കിലും റഹ്മാനായ റബ്ബ് വെറുതെ വിടുവോ? ആ പള്ളിയിൽ നിങ്ങൾ ജമാഅത്തിൽ കൂടണം. 1.5 സഫിൽ കൂടുതൽ ആളുകൾ ആ ജമാഅത്ത് നിസ്കരിക്കാൻ ഉണ്ടാവില്ല. 1.5 സഫിൽ കുറഞ്ഞത് 50 പേരിനപ്പുറം ജമാഅത്ത് നിസ്കരിക്കാൻ ആ പള്ളി കാണൂല. ആ പള്ളിയിൽ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ജീവിക്കുന്ന മനുഷ്യർ, സ്ട്രോക്ക് വന്ന് അടിയിലിട്ടിരിക്കുന്ന അടിപ്പാവാടയിൽ നിന്ന് മൂത്രം ഇറ്റുപോകുന്ന ഒരു സ്ത്രീ, ഞാൻ പള്ളിയിലേക്ക് കയറുന്നില്ല, എന്റെ പാവാടയിൽ മൂത്രമാണ് ഉസ്താദേ എന്ന് പറയുന്നൊരു സ്ത്രീ, അവർ കണ്ണീരോടുകൂടി നമ്മുടെ മുമ്പിൽ പിരിവിന് വരുമ്പോൾ ഓർത്തുകൊള്ളണം. ചിറയൻകീഴുകാർ ഓർക്കാൻ വേണ്ടി പറയാണ്, അങ്ങനെ നിങ്ങളുടെ മഹലിന്റെ കത്ത് വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും സ്ത്രീ മറ്റു മഹലിൽ പോകുന്നുണ്ട് എങ്കിൽ ഒരുത്തനും ഖബറിൽ സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. കാരണം ഞാനും നീയൊക്കെ കനൂതാണ്, അള്ളാഹിനോട് നന്ദിയില്ലാത്തവരാണ്. എന്തുകൊണ്ട്? എനിക്ക് എന്റെ കാര്യം മാത്രമാണ് വലുത്, എനിക്കെന്റെ കാര്യം മാത്രമാണ് വലുത്. നിങ്ങൾക്കറിയുമോ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി വഫാത്താകുമ്പോൾ മുതുകിലൊരു മുഴ. മയ്യത്ത് കുളിപ്പിക്കുന്നവരൊക്കെ ഇതെങ്ങനെ വന്നു ഈ മുഴയെന്ന് ആശങ്കയോടുകൂടി ചർച്ച ചെയ്യുന്നു. ആർക്കും മനസ്സിലാകുന്നില്ല. അന്നത്തെ ഭരണാധികാരി, ആ ഭരണാധികാരി ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ മയ്യത്തടക്കാൻ സാക്ഷിയാണ്. മയ്യത്തെല്ലാം അടക്കി എല്ലാവരും തിരിച്ചു വന്നു. അപ്പോഴതാ ഉൾഗ്രാമങ്ങളിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് ഭരണാധികാരിയോട് പറഞ്ഞു, ഇന്ന് രാവിലെ എല്ലാ ദിവസവും കിട്ടുന്നത് പോലെയുള്ള ബാർലിയും ഗോതമ്പും ഇന്ന് കിട്ടിയില്ല. എല്ലാ ദിവസവും ഞങ്ങളുടെ വീടിന്റെ വാതുക്കെ ഭരണാധികാരി ഈ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വിഹിതം ബാർലിയും ഗോതമ്പും ഒക്കെ ഞങ്ങളുടെ വീടിന്റെ മുൻഭാഗത്ത് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് അത് മുടക്കരുതേ, തരണേ എന്ന് പറഞ്ഞു. ഖലീഫ ഭയന്നു പോയി. എന്തുകൊണ്ടാണെന്നറിയോ? ഖലീഫയുടെ പക്ഷത്തുനിന്ന്, ഭരണാധികാരിയുടെ പക്ഷത്തുനിന്ന് അങ്ങനെ ഒരു വിഹിതം ഒരാൾക്കും കൊടുത്തുവിട്ടിട്ടില്ല. പിന്നെ ആരാ ഇത് കൊണ്ടുവന്നത്? അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയെ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അധ്വാനിക്കുന്നതിന്റെ ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് ബാർലിയും ഗോതമ്പും ഒക്കെ വാങ്ങിയിട്ട് സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് ഉൾഗ്രാമങ്ങളിലുള്ള ഫക്കീറായ മനുഷ്യന്മാരുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവെക്കും. ഈ ചരിത്രത്തിന്റെ രസം എന്താണെന്നറിയൂ? ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നത് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു മുഴ ബഹുമാനപ്പെട്ട അലിയാര് തങ്ങളുടെ പേരക്കുട്ടി സൈനുൽ ആബിദീൻ തങ്ങളുടെ മുതുകിൽ ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നു എന്ന് സ്വന്തം ഭാര്യ പോലും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അറിയുന്നത്. ആ നാട്ടിലെ ഭരണാധികാരി പോലും സൈനുൽ ആബിദീൻ തങ്ങൾ ഇങ്ങനെ സ്വന്തം അധ്വാനത്തിന്റെ വിഹിതം കൊണ്ടുപോയി പാവങ്ങളെ ഭക്ഷിപ്പിക്കുമായിരുന്നു എന്ന് അപ്പോഴാണ് അറിയുന്നത്. അല്ലാഹു ഇതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ചിന്തിക്ക്, ഏത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ സന്നദ്ധമായിട്ടുള്ളത്? ഏത് സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത്? ഈ മഹത്തുക്കളൊക്കെ, ഈ സാത്വികരൊക്കെ, ഈ മുൻഗാമികളൊക്കെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് അള്ളാഹുവിന്റെ പക്ഷം, അള്ളാഹുവിങ്കൽ കബൂല് കിട്ടാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത്?
അലിയാർ തങ്ങൾ മരണപ്പെട്ട സമയത്ത് ആ നാട്ടിലുള്ള മനുഷ്യർ മുഴുവൻ പറഞ്ഞില്ലേ, ഇന്ന് ഏതൊക്കെ കൂടിൽ അനാഥരും അബലരും യതീമീങ്ങളുമായ എത്ര മനുഷ്യർ ഇന്ന് വയറൊട്ടി അലിയാർ തങ്ങളെ കാത്തിരിക്കുമെന്നുണ്ടായും. എത്ര പേര് കാത്തിരിക്കുമെന്ന് അലിയാർ തങ്ങളുടെ നിര്യാണത്തിൽ സ്വഹാബികൾ പറഞ്ഞില്ലേ. എന്തുകൊണ്ടാണ്? അവർ ഖുർആൻ ഓതാത്തവരാണോ? അവർ നിസ്കരിക്കാത്തവരാണോ? നോമ്പെടുക്കാത്തവരാണോ? പകല് മുഴുവനും നോമ്പ്, രാത്രി മുഴുവനും നിസ്കാരം. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല റബ്ബിന്റെ അടുക്കൽ സ്ഥാനം കിട്ടുന്നത്. ഇതുപോലുള്ള ആതുര സേവന പ്രവർത്തനങ്ങളാണെന്ന് അവര് കേട്ടിരുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കേട്ടിരിക്കുന്ന ഉമ്മമാരോട് ചെറുപ്പക്കാരോട് പറയാണ്, ലക്ഷക്കണക്കിന് വരുന്ന ഹജ്ജാജിമാര് ഹജ്ജിന് പോകുന്നു. നമുക്ക് സാമ്പത്തികമായ ഭദ്രതയില്ല. സാമ്പത്തികമായ ഭദ്രതയുള്ള ആളുകൾക്ക് ശാരീരികമായ കെട്ടുറപ്പില്ല. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളെ ഞാൻ ഹാജിയാക്കി തരട്ടെ. എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? മൂജിബാത്തുൽ മഗ്ഫിറക്ക് വേണ്ടിയാണ്. പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയാണ് ആളുകൾ ഹജ്ജിന് പോകുന്നത്. ഒരൊറ്റ മിനിറ്റ് മതിയടാ, ഒരൊറ്റ മിനിറ്റ് നിനക്ക് ഹാജിയാവാം. ഹാജിയാകുന്നതിന് വേണ്ടിയാ? പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താ? ഇദ്ഖാലു സുറൂരി അലാ ഖുലൂബിൽ മുഅ്മിൻ, മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. എത്ര മനുഷ്യര് പാവങ്ങള് രോഗികളായിട്ടുള്ള ആളുകൾ വാക്കവി അതിന്റെ സമീപത്ത് വന്ന് ഒരു പിടി അന്നം വാരി അതിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ എത്ര കൂലിയാടാ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ അതിന് തൗഫീഖ് നൽകണേ പടച്ചോനെ. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. ഒരാളുടെ മനസ്സിൽ ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. ഞാൻ ആ മനുഷ്യൻ മാഹിനിക്ക ജീവിതത്തിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊന്നും കാണാൻ അവരെ കൊണ്ട് കഴിയില്ല. അദ്ദേഹത്തിന്റെ നടത്തം കണ്ടപ്പോൾ സത്യം റബ്ബ് സാക്ഷി എന്റെ മനസ്സൊന്ന് വിങ്ങിപ്പോയി. ആ മനുഷ്യനെ വിവാഹം കഴിപ്പിക്കുന്നു, എന്നെ സ്വീകരിക്കാൻ ഒരു പെണ്ണുണ്ട്, ഞാൻ ഭക്ഷണം വെച്ച് നാലാളെ അറിയിച്ചുകൊണ്ട് ഇതൊക്കെ ഇവിടെ നടത്തുമെന്ന് ബാക്കവി പറയുമ്പോൾ ആ മനുഷ്യൻ സത്യത്തിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയില്ല, അദ്ദേഹം കരയായിരുന്നു. നിങ്ങളൊക്കെ ചിരിച്ചു, പക്ഷെ അദ്ദേഹം കരയായിരുന്നു. എന്തിന്റെ? സന്തോഷത്തിന്റെ അശ്രുകണങ്ങളാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ പോരെ ഇവർക്കൊക്കെ വിജയിക്കാൻ? ഇതൊക്കെ പോരെ ഇവർക്ക് വിജയിക്കാൻ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ബാക്കവി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സൗദം പണിതു. നമ്മളെ കൊണ്ടൊന്നും ഒറ്റക്ക് താങ്ങാൻ പറ്റുന്ന സംഗതിയല്ല. നമ്മൾ എന്ത് ചെയ്യാം? കൂടി കൊടുക്കുക. നമ്മൾ കൂടി കൊടുക്കുക. എങ്ങനെ? എല്ലാവർക്കും സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവില്ല, ഔന്നിത്യം ഉണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ സഫീർ ഖാൻ മന്നാനിയൊക്കെ ചെയ്യുന്നത് പോലെ പാമ്പേഴ്സ് മാറാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരെണ്ണം നിങ്ങൾ മാറിക്കൊടുക്കുക. കോളാമ്പിയിൽ നിന്ന് കഫം വരാൻ വേണ്ടി പോകുമ്പോൾ അങ്ങോട്ട് മാറിയേക്ക് ഞാൻ എടുക്കാന്ന് പറയാം. നെഫ്സ് കൊണ്ടെങ്കിലും ഇതിന് നിങ്ങൾ സന്നദ്ധമാവുക എന്നുള്ളതാണ്. സാമ്പത്തികമുള്ള ആളുകളോട് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാത്തവരോട് വിശേഷം പറയുക. ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥാപനം ഉണ്ടെന്ന്. ഇപ്പൊ നാളെയോ മറ്റന്നാളോ പെരുമ്പാവൂരിന്ന് ഒരു പട്ടം ഇങ്ങോട്ട് വരുന്നുണ്ട് പെണ്ണുങ്ങൾ. എന്നെ വിളിച്ചാണ് ബാക്കയുടെ നമ്പർ കൊടുത്തത്. ഞാൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഈ വിഷയം പറയാനുള്ളത് അത് ഇടങ്ങാറാക്കരുതെന്ന് പറഞ്ഞു. ഇവരെ ഈ പെണ്ണുങ്ങൾ ഒരു പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. നൗഷാ ബാക്കയുടെ നമ്പർ കിട്ടാൽ ഗ്രൂപ്പിലേക്ക് ഇടും. പിന്നെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നിസ്കാരത്തിന്റെ ഫർദ് സുന്നത്തൊന്നും അറിയണ്ട. മോളെ പ്രസവത്തിന് കൊണ്ടുപോകാൻ എത്ര മണിക്ക് വിളിക്കണം, രാഹുവാനം പറയാൻ വേണ്ടി ബാക്കവി. ഞാനൊക്കെ ആലോചിച്ചു പോയി. 9 കൊല്ലം ദറസിലോതി, 9 കൊല്ലം ദറസിലോതി, ഒരു വർഷം ബിരുദത്തിന് പോയി, 10 കൊല്ലം ഓതി. ഒരുപാട് കാര്യങ്ങൾ ഹ്രസ്വമായ കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉസ്താദേ തഹജ്ജുദ് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് എന്താണ്? അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നതാണ്. രണ്ടാമത്തെ റക്അത്തിൽ എന്താ ഓതേണ്ടത്? ഇന്നതാണ്. ഇതാകെ വിളിക്കുന്ന ഉസ്താദ് ഞാൻ ഇന്നലെ ആനേനെ സ്വപ്നം കണ്ട്, ആന പിണ്ടവും കണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ആനയെ സ്വപ്നം കണ്ടാലുള്ള അർത്ഥം അറിയത്തില്ലേ? എന്താ ആനയെ സ്വപ്നം കണ്ടാൽ? ഒലക്കയുടെ മൂട്. അത് തന്നെ. എന്റെ പെങ്ങള്, എന്റെ ഇളയ പെങ്ങളാ, അത്യാവശ്യം നല്ല തടിയുള്ള പെണ്ണാണ്. അവളിങ്ങനെ ക്ഷീണിച്ച് ശരീരം ക്ഷീണിച്ച് വന്നപ്പം പല ഉസ്താദന്മാരെ കൊണ്ട് കാണിച്ച്, ഡോക്ടർമാരെ കൊണ്ട് കാണിച്ച്, ഇവിടെ ക്ഷീണം മാറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസാനം കരുവാറ്റയിലുള്ള നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വിജയൻ ഡോക്ടറെ കാണിച്ചു. അയാൾ കൈ വലിച്ച് പുറത്തൊന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നീ യൂട്യൂബ് കാണത്തില്ലെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിന്റെ തലയിൽ എന്തോ കിടപ്പുണ്ട്. ഇവളെ ഏതോ മുസ്ലിയാർ പറഞ്ഞു ഇവളെന്തോ സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ ഭർത്താവ് മരിച്ചു പോകുന്നു. ഇവളിങ്ങനെ നടക്കുന്നു, ഭർത്താവ് മരിക്കുന്നു. ആലോചിച്ചു. ദുൽമുണ്ടാക്കുന്നത്, മൂല്യാമനുണ്ടാക്കുന്ന ദുൽമാൻ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് പരോപകാരമാണ്. ഇന്നത് ചെല്ലിയാൽ ഇന്നത്. കടം വീടാൻ എന്താ ചെയ്യേണ്ടത്? കടം വീടാൻ പണിക്ക് പോകണം. പണിക്ക് പോകാതെ കടം തീരത്തില്ല. പറഞ്ഞു തന്ന മുല്യാരെ വീട്ടിൽ പോയി രാവിലെ ഇരിക്കണം, ഞങ്ങൾ ചെല്ലിയിട്ട് കടം തീർന്നില്ല എന്ന്. അങ്ങനെ കടം തീരത്തില്ല. പണിയെടുക്കണം.
പണിക്ക് പോകാതെ ഉസ്താദ് ആദി ഒറ്റ രാത്രി കൊണ്ട് കടം തീരും. ഇവനും ഉറക്കം ഓടിച്ചിരിക്കുന്നല്ലാതെ കടം തീരുവാ. രാവിലെ ഇവൻ കടം തീരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ്. കടം തീരുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എടാ ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബൊക്കെ കണ്ടോ? സംഭവം ശരിയാണ്. നിങ്ങൾ ഈ കള്ളത്തരത്തിന്റെ പിന്നാലെ പോകരുത്. നിങ്ങളൊരു കാര്യം ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാണ്, സ്വപ്ന വ്യാഖ്യാനം നിങ്ങൾ പഠിച്ചു വെച്ചോ. ലം യബ്ഖാ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നുബുവത്ത് അവസാനിച്ചെങ്കിലും അള്ളാഹുവിന്റെ പക്ഷത്തു നിന്നുള്ള ചില സന്ദേശങ്ങളാണ് സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങൾ. ഇത് സ്വാലിഹീങ്ങളായ ആളുകൾ കാണുന്ന സ്വപ്നങ്ങളാണ്. അള്ളാഹുമായി അത്രയും ബന്ധമുള്ള ആളുകൾ കാണുന്ന സ്വപ്നങ്ങളാണ്. നമ്മൾ ആനയുടെ സ്വപ്നം കണ്ടാലും ആന പിണ്ടം സ്വപ്നം കണ്ടാലും ഒരു മണ്ണാങ്കട്ടയും സ്വപ്നം കാണുക. രാവിലെ എണീച്ച് എന്നിട്ട് പല്ലിയൊക്കെ നിസ്കരിക്കുക. ഇതിങ്ങനെ പല്ല് പോലും തേക്കാൻ രാവിലെ ഇരിക്കുക, ഞാൻ സ്വപ്നം കണ്ടത്. അങ്ങനൊന്നും ആവരുത്. ഈ മാനികമായ ഒരു ബലം വേണം. എല്ലാം റബ്ബിന്റെ പക്ഷത്തു നിന്നാണ്. അങ്ങനെയാണെങ്കിൽ വാക്കവിയൊക്കെ എത്ര സ്വപ്നം കണ്ട്, സ്വപ്നം കണ്ടതിന്റെ പിന്നാലെ വാക്കവി പോകാനെങ്കിൽ ഇങ്ങനെ ഒരു സൗദം ഉണ്ടാവരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, അങ്ങനത്തെ വഞ്ചനകൾ നമ്മൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ മറ്റൊരു അസുഖമാണ്, ഈ 10 അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്. ഭർത്താവ് വന്ന് ചോറ് ചോദിച്ചിട്ടും വെള്ളം ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. എന്തേ ഒന്നും വേണ്ട, എന്തേ ക്യാൻസറാ. ഒരു രോഗത്തിന്റെ 10 അടയാളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു അടയാളം നമ്മളിൽ ഉണ്ടാവും. 99% മനുഷ്യരുടെയും മോഷൻ കറക്റ്റ് അല്ല. അത് വെച്ചാൽ നമുക്ക് രാവിലെ ഉറക്കത്തിൽ നിന്നിച്ച് നമ്മൾ ബാത്റൂമിലേക്ക് പോയാൽ മോഷൻ കറക്റ്റ് ആകില്ല. കാരണം എന്തുകൊണ്ടാ? മോശം കറക്റ്റ് ആകണമെങ്കിൽ ഫൈബർ കൂടിയ ഭക്ഷണം കഴിക്കണം. നമ്മൾ കൂടുതൽ എന്താ കഴിക്കുക? അൽഫാം കഴിക്കുക. അൽഫാം കഴിച്ചാലൊന്നും അങ്ങനൊന്നും നമ്മുടെ മോശം ശരിയാവില്ല. അപ്പൊ പിന്നെ ഉറപ്പിച്ച് അൽഫാം കഴിച്ചിട്ടൊന്ന് ക്യാൻസർ. അള്ളാഹു നമുക്ക് ബുദ്ധിയും ബോധമൊക്കെ തരട്ടെ. ഇപ്പൊ ഇനി അങ്ങനെ ദ്വാരക്കണം, അള്ളാഹു തല വിവരം തരട്ടെ, അള്ളാഹു ബുദ്ധിയും ബോധം തരട്ടെ എന്നാ ദ്വാരക്കേണ്ടത്. ബാക്കിയൊക്കെ പിന്നെ തന്നോളൂ. അന്തമില്ലായ്മ അള്ളാഹു തല ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാരുണ്യം, റഹ്മത്ത്, കൃപ, ഇതൊക്കെ കൊണ്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യർ രക്ഷപ്പെടുന്നത്. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അച്ചികളില്ലാത്തോർക്ക് അരൂപനീശ്വരനായാൽ അതിലെന്താചര്യം? അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അച്ചികളില്ലാത്തോർക്ക് അരൂപനീശ്വരനായാൽ അതിലെന്താചര്യം എന്ന് കവി പറഞ്ഞതുപോലെ, സ്വന്തം അനുജൻ കടപ്പാടമില്ലാതെ വിഷമിക്കുകയാണ്, സ്വന്തം പെങ്ങള് കടപ്പാടമില്ലാതെ വിഷമിക്കുകയാണ്, മക്കളെ കെട്ടിക്കാൻ വേണ്ടി വിഷമിക്കുകയാണ്, മറ്റു പള്ളികളിൽ പിരിവിന് പോവാണ്. അപ്പോഴെല്ലാം നീ നാട്ടിലെ പ്രമാണിയായ നീ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ 25,000 10,000 ഒക്കെ ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ പറയുന്നുണ്ട്, അൻസാരി സൂരി ആലപ്പുഴ നല്ല ധർമ്മിഷ്ഠനാണ്, അദ്ദേഹം എന്ത് ചോദിച്ചാലും നല്ല കൈ നിറച്ച് തരുന്നതാണ്. എന്റെ പെങ്ങൾ കിടപ്പാണമില്ലാതെ വിഷമിക്കുകയാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ചിന്തിക്കാനുള്ള ബോധം നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള നമ്മൾ എത്ര കൊടുത്താലും നമ്മൾ കനൂതാണ്, നന്ദിയില്ലാത്തവരെ കുറിച്ച് അള്ളാഹ് ആ പറഞ്ഞ ആയത്തിന്റെ താല്പര്യം മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, എല്ലാ കാര്യത്തിലും താൻ എന്നുള്ള ചിന്ത അത് മാറണം. ഞാനല്ല, നമ്മൾ എന്ന ചിന്ത വരണം. നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കാണണം, നമ്മുടെ പരിസരം നമ്മൾ കാണണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അടുത്ത് നിങ്ങളൊക്കെ കണ്ടു കാണുന്ന ഒരു വീഡിയോ, ആവണി എന്ന് പറയുന്ന ഒരു പൊന്നുമോള് വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയാണ്. കിനാബ് കാണാൻ കഴിയില്ല. അവരമ്മ രാവിലെ പ്രഭാതത്തിൽ കാറ്ററിംഗ് സർവീസിന് പോവാൻ 250 രൂപ കിട്ടും, പിന്നെ ബാക്കി വന്ന ഭക്ഷണവും കിട്ടും. ഇതുകൊണ്ട് ജീവിച്ചൊരു കുടുംബം അൽഹംദുലില്ലാ നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുത്തു. ഇപ്പൊ 29 ലക്ഷം രൂപ അവർക്ക് കിട്ടി. അടുത്ത ആഴ്ച അവരുടെ വീടിന് കല്ലിടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്കൊക്കെ നല്ല ജീവിതം ഒരുക്കി തരുമാറാകട്ടെ. അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ മോശം പറയും, ഇയാളെന്താണ് മറ്റ് സമുദായക്കാരെ സഹായിക്കുന്നത്, മറ്റ് സമൂഹങ്ങളെ സഹായിക്കുന്ന മതന്മാരൊക്കെ ഉണ്ടാവും. വിമർശനങ്ങളില്ലാതെ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ആളുകൾ വിമർശിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു പണിയും ചെയ്ത് വീട്ടിൽ മാറി പെണ്ണുമുളെ നോക്കിയിരിക്കുക. അങ്ങനെ ആരും ഒന്നും പറയില്ല. എന്ത് നന്മ ചെയ്താലും അതെത്ര ഇഖ്ലാസ് ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, വിമർശനങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ വിമർശിക്കുന്ന ആളുകൾ ലൈവിലും അല്ലാതെയും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സൂറത്ത് തൗബയുടെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞ, നബിയെ അങ്ങ് മയ്യത്ത് നിസ്കരിക്കരുത്, നബി അങ്ങ് അവരുടെ ഖബറിന്റെ ചാരത്ത് പോലും പോകരുത് എന്ന് ഖുർആൻ പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയോ? ഫാസിഖീങ്ങളെ കുറിച്ച്. ഏതാണ് ആ ഫാസിഖ്? മുഫസ്സിരീങ്ങൾ പറഞ്ഞ ആ ഫാസിഖാരാണെന്നറിയോ? ആളുകൾ ദാനധർമ്മം ചെയ്യുമ്പോൾ, ആളുകൾ സുഹൃതം ചെയ്യുമ്പോൾ, ആളുകൾ ചെയ്യുന്ന നന്മയെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ. അയാള് അങ്ങനത്തെ സ്ഥാപനങ്ങൾ നടത്തുന്നത് പേരെടുക്കാൻ വേണ്ടിയാണ്, കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ ആലോചിക്കുകയാണ്, നൗഷാദ് മാത്തവി 10 കൊല്ലം മുമ്പ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഷ്താഖിന്റെ മരണാനന്തരമാണ്
ഇത്തരം ഒരു കൺസെപ്റ്റിലേക്ക് ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദ് എത്തിച്ചേർന്നത്. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹുമ്മ നവ്വിർ ഖബറഹു ബിനൂരിൽ ഖുർആൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം 10 കൊല്ലം പിന്നിടുകയാണ് ഈ സ്ഥാപനം ഇങ്ങനെ ഉയർന്നിട്ട്. എല്ലാ മാസവും 11-ാം തീയതി ഇവിടെ മജ്‌ലിസ് നൂർ നടക്കാറുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമന്യേ ഇവിടെ ഓണം ഉണ്ടാകാറുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന് പരിപാടി, പെരുന്നാളിന് പരിപാടി, ക്രിസ്മസിന് പരിപാടി, വിഷുവിന് പരിപാടി. എന്തുകൊണ്ടാണ്? ഇവിടെ ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും വസിക്കുന്നതാണ്. ആ മനുഷ്യന്റെ സന്തോഷം, ഒരമ്മയെ ബാക്കവി ക്ഷേത്രത്തിൽ അവർക്ക് തൊഴാൻ ആഗ്രഹം കൊണ്ടുപോവാണ്. അവരുടെ സന്തോഷം റബ്ബ് കബൂൽ ചെയ്യൂലേ? അവർ നമ്മുടെ മതക്കാരല്ല, പക്ഷേ അവരുടെ സന്തോഷം അല്ലാഹു കബൂൽ ചെയ്യില്ലേ? വൃദ്ധയായ ഒരു സ്ത്രീ, രോഗിയായ ഒരു സ്ത്രീ, നടന്നു നീങ്ങാൻ വയ്യാത്തൊരു സ്ത്രീ, അവർ അഭിലാഷം പറയാണ്, എനിക്ക് എന്റെ അമ്പലത്തിൽ പോകണം. ബാക്കവി കൊണ്ടുപോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളത് റഹ്മത്ത് ചെയ്യുക. ആ റഹ്മത്തിന്റെ വിവിധ തലങ്ങളുണ്ട്. മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷം, അത് റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ മാസവും നടക്കുന്ന പരിപാടിയിൽ ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇനിയും അനുസൂതം അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അല്ലാഹു തആല നമ്മുടെ മുസ്താഖ് മോന് മഗ്ഫിറത്തും റഹ്മത്തും, അല്ലാഹു അവന്റെ ജന്നാത്തു നഈമിൽ അല്ലാഹു തആല ആ പൊന്നുമോനെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ബാക്കവിയെയും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയെയും എന്റെ ഉമ്മാനെയും വാപ്പാനെയും എനിക്ക് ജന്നാത്തിൽ വേണമെന്ന് അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്ന എന്റെ നിര്യാണത്തിന് ശേഷം ബഹുമാനപ്പെട്ട ബാക്കവി ഇപ്പൊ എവിടെ എത്തി? അദ്ദേഹത്തിന് സ്വയമായിട്ട് വളരാമായിരുന്നു. പല കാര്യങ്ങളും, പല സംരംഭങ്ങളും, പല കടമുറികളും, പല പരദക്കച്ചവടമൊക്കെ തുടങ്ങാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റെടുത്ത ഈ പണിയുണ്ടല്ലോ, അതെല്ലാവർക്കും സാധിക്കുന്നതൊന്നല്ല, എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. ആതുര സേവന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര രോഗികളുണ്ട്, രോഗികളുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ ഒരാളെ കിഡ്നി പോയി 50 ലക്ഷം രൂപ വേണം. ഉണ്ടാക്കേണ്ട ഈ പാപം പ്രഭാഷണത്തിന്റെ പ്രസംഗത്തിന്റെ ഒക്കെ ആ പ്രഭാവം ഇപ്പൊ മെല്ലെ മെല്ലെ ഒതുങ്ങിപ്പോവുകയാണ്. ഇപ്പൊ ഓൺലൈൻ പരിപാടികളായി മാറി. ഒരു മാസം ഏകദേശം 6 ലക്ഷം രൂപയാണ് ചെലവ് വരും. എവിടുന്നാണ് ഈ പൈസ കൊണ്ടുപോകുക? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ഹൃദയഭേദകമായ ഒരു വാക്കെന്നോട് പറഞ്ഞു, ഉസ്താദേ 6 ലക്ഷം രൂപ വേണം. അടിസ്ഥാനപരമായി വരുമാനങ്ങളൊന്നുമില്ല, പക്ഷേ ഈ പാവങ്ങളുടെ പാമ്പേഴ്സ് മാറ്റി കൊടുക്കുന്നത് കൊണ്ട്, അവര് വിസർജിച്ചതിന് ശേഷം അവരെ മനോഹാരം ചെയ്യുന്നത് കൊണ്ട്, ഇതൊക്കെ റഹ്മത്തല്ലേ? കാരുണ്യം ചെയ്യുന്നവനോട് റബ്ബ് കാരുണ്യം ചെയ്യുമല്ലോ. അതുകൊണ്ട് ഒരു ശമ്പളമോ ഒരു ഭക്ഷണമോ കൊടുക്കുന്ന റേഞ്ചിൽ നിന്ന് ഇതുവരെ ഒരു റേഞ്ച് താഴേക്ക് പോയിട്ടില്ല എന്ന് കേട്ടു. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും അല്ലാഹു തആല വളർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉദ്യമനം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ സംഭാവന കൊടുക്കുന്നവർ, ഇവിടെ ദ്വാരക്കുന്നവർ, ഇവിടെ ദ്വാരക്കാൻ വേണ്ടി, ഇവിടെ താമീം പിടിക്കാൻ വേണ്ടി വരുന്ന സഹോദരങ്ങൾ, ഈ നാട്ടുകാർ, ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവർ, അല്ലാഹു എല്ലാവരെയും നാളെ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ എളിയ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ വേദി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എനിക്കും വേണ്ടി ദ്വാരക്കണം. എനിക്ക് ഈ സദസ്സിൽ പറയാനുള്ളൊരു കാര്യം, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആഖിറം വിജയിക്കാൻ വേണ്ടി നിങ്ങളും ദ്വാരക്കണം. നമ്മളൊരു സ്ഥാപനം തുടങ്ങുകയല്ല, ഒഴിവ് കിട്ടുമ്പം ഈ സ്ഥാപനത്തിന് മുറ്റത്ത് വന്ന് ഒരു മനുഷ്യന്റെ ഭക്ഷണം കഴിച്ച ആ കൈയൊന്ന് കഴുകിക്കൊടുക്കാനുള്ള തൗഫീഖും, ആ തൗഫീഖ് കാരണം അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനും ഒക്കെ ഉള്ള ഒരു തൗഫീഖിന് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടി പോയല്ലേ?